ഹലോ ഗൈസ്, ഇന്ന് രാവിലെ വേദഗുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയപ്പോൾ തലേ ദിവസം തന്നെ ഉമ്മ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ഇവിടെ പുട്ടും കടലക്കറിയുമാണ്. അപ്പം നമുക്ക് കടലക്കറി ഉണ്ടാക്കുന്ന കണ്ടാലോ. ആദ്യം തന്നെ കുക്കറിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന കടലയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാവേ. എനിക്കിങ്ങനെ കടല, പയർ അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊന്നുമേ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് തേങ്ങയും പെരിഞ്ചീരകവും ഗ്രാമ്പൂവും ചെറിയ ഉള്ളിയും ചേർത്ത് നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. മിക്സിയിലെ ജാറെടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. കുറച്ച് വെള്ളവും കൂടെ ഇതിൽ ആഡ് ചെയ്യണേ. വറുത്തെടുത്ത തേങ്ങയുടെ മിക്സ് നമ്മളിതാ ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കടലയും കൂടി ഇതിൽ ആഡ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം. വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നോർമൽ കടലക്കറിയാണ് ഇവിടെ വെക്കാറുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ തേങ്ങ അരച്ച് കടലക്കറി വെക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ അവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.